ഒടുവിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് തമിഴ് സൂപ്പർ താരം വിജയ്. തമിഴ്നാടിന്റെ അധികാരം ഏതു വിധേനയും പിടിച്ചടക്കുകയെന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് താരം. ദ്രാവിഡ രാഷ്ട്രീയം എന്നും സിനിമയുമായി ചുറ്റപ്പെട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. സിനിമയുടെ പിൻബലത്തിൽ കെട്ടിപ്പൊക്കിയ DMK-യും AIDMK-യും തമിഴ്നാട്ടിൽ MGR-നെയും കരുണാനിധിയെയും ജയലളിതയെയും മുഖ്യമന്ത്രിമാരാക്കി. വെള്ളിത്തിരയിലെ സൂപ്പർ താരങ്ങൾ രാഷ്ട്രീയത്തിലും നായകരായെത്തിയപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചവരാണ് ദ്രാവിഡ മക്കൾ. ഉലകനായകൻ കമൽഹാസനും സ്റ്റൈൽ മന്നൻ രജനീകാന്തും ഇതേ വഴിയിൽ മുന്നേറ്റം നടത്താൻ ശ്രമിച്ചെങ്കിലും അവർക്കൊന്നും മുന്നോട്ട് പോകാനായില്ല. രജനീകാന്ത് രാഷ്ട്രീയ ലക്ഷ്യം ഉപേക്ഷിച്ച് സിനിമയിലേക്ക് മടങ്ങി. കമൽഹാസന് DMK-യുടെ ഒരു രാജ്യസഭാ സീറ്റിൽ കീഴടങ്ങേണ്ടി വന്നു. എന്നാൽ DMK-യും AIDMK-യും ഒരുപോലെ ഭയക്കുന്നുണ്ട് വിജയുടെ വരവിനെ. തമിഴ്നാട് ജനതയുടെ ആവേശമാണ് വിജയ് എന്ന താരം. ജയലളിതയുടെ മരണത്തോടെ തമിഴ് രാഷ്ട്രീയത്തിൽ സിനിമയുടെ സ്വാധീനം അല്പം കുറഞ്ഞുവെങ്കിലും DMK സ്റ്റാലിന്റെ മകനും സിനിമാ താരവുമായ ഉദയനിധി സ്റ്റാലിനെ മന്ത്രിയാക്കി. അടുത്ത മുഖ്യമന്ത്രി താരം തന്നെ ആയിരിക്കുമെന്ന സൂചനകളും നൽകി. അതിനാൽ വിജയുടെ വരവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് സ്റ്റാലിൻ തന്നെയെന്ന് വ്യക്തം. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനുള്ള നീക്കമാണ് TVK ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന TVK-യുടെ സംസ്ഥാന സമ്മേളനത്തോടെ ആരൊക്കെയായി സഖ്യമുണ്ടാക്കുമെന്ന് വിജയ് വ്യക്തമാക്കും. 2026-ൽ പുറത്തിറങ്ങാനിരിക്കുന്ന വിജയുടെ ജനനായകൻ എന്ന സിനിമയോടെ അദ്ദേഹം സിനിമയോടും വിട പറയും. പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ വിജയുടെ സംസ്ഥാന പര്യടനം നടക്കും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ രീതിയിലായിരിക്കും വിജയ് നയിക്കുന്ന സംസ്ഥാന പര്യടനം.